بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ സൂറത്താണ് സൂറത്തുൻ നജ്ം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൻ നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ സൂറത്ത്. ഈ വിശുദ്ധമായ സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ അഥവാ മിഅ്റാജിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്തുകൾക്ക് മഹാനായ അഹ്മദ് ബിൻ അജീബ റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പ അവിടുത്തെ വിശ്വപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥമായ അൽ ബഹ്റുൽ മദീദിൽ വളരെ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ആ തഫ്സീർ, ആ വിവരണം ആണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽ ബഹ്റുൽ മദീദിന്റെ 5-ാം വാള്യം 501-2-3 പേജുകൾ. മഹാനവറുകൾ പറയുന്നു, അഖസമല്ലാഹു തആല ബിനജ്മിൽ ഇൽമി. അല്ലാഹു സുബ്ഹാനഹു തആല അറിവാകുന്ന നക്ഷത്രത്തെ കൊണ്ട് സത്യം ചെയ്തു. അഥവാ വൻ നജ്മി, നക്ഷത്രത്തിന് സത്യം എന്ന് അള്ളാഹു നജ്മിനെ കൊണ്ട് സത്യം ചെയ്തു. ആ നജ്മ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നജ്മുൽ ഇൽമ്, അറിവിന്റെ താരം, അറിവിന്റെ നക്ഷത്രമാണ്. അറിവിന്റെ നക്ഷത്രത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. ഇദാ ത്വലഅ ഫീ ഉഫ്ഖി സമാഇൽ ഖുലൂബി സ്വാഹിയ. നല്ല ഹൃദയമാകുന്ന ആകാശത്തിൽ അറിവാകുന്ന നക്ഷത്രം വെളിപ്പെട്ടാൽ, ഇന്ന ഹാദൽ ഖൽബല്ലദീ ത്വലഅ ഫീഹി നജ്മുൽ ഇൽമി ബില്ലാഹ്. അഥവാ ഈ ആയത്തിന്റെ അർത്ഥം, ഇന്ന ഹാദൽ ഖൽബ, തീർച്ചയായിട്ടും ഈ ഹൃദയം, അല്ലദീ, എങ്ങനെയുള്ള ഹൃദയമാണ്, ത്വലഅ ഫീഹി നജ്മുൽ ഇൽമി ബില്ലാഹ്, ആ ഹൃദയത്തിലാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവ് ഉദിച്ചിരിക്കുന്നത്.
അങ്ങനെയുള്ള ഹൃദയം വഅശ്റഖത് അലൈഹി ശംസുൽ ഹഖായിഖ്, ആ ഹൃദയത്തിലാണ് യാഥാർത്ഥ്യങ്ങളുടെ സൂര്യൻ ഉദിച്ചിരിക്കുന്നത്. ഷംസുൽ ഹഖായിഖ്, ഹഖീഖത്തുകളുടെ സൂര്യൻ ആ ഹൃദയത്തിൽ ഉദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഹൃദയം ലാ യളില്ലു സാഹിബുഹു വലാ യഗ്വാ, അതാണ് മാ ളല്ല സാഹിബുക്കും വമാ ഗവാ എന്നതിൻ്റെ അർത്ഥം. അഥവാ അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ആൾ ഒരിക്കലും പിഴക്കുകയില്ല, തെറ്റുകയില്ല. മാത്രമല്ല വമാ യന്തിഖു അനിൽ ഹവാ, ആ ഹൃദയത്തിൻ്റെ ഉടമ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും സംസാരിക്കുകയില്ല. കാരണം ലിഅന്നഹു മുസ്തഗ്റഖുൻ ഫീ ശുഹൂദിൽ ഹഖ്, ആ മനുഷ്യൻ അല്ലാഹുവിൻ്റെ ദർശനത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല. ലാ യതജല്ലാ ഫീഹി ഇല്ലൽ ഹഖ്, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ മറ്റാരും മറ്റൊന്നും വെളിപ്പെടുകയില്ല. ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹാ, അതിന്റെ തഫ്സീറ പറയുന്നത് ഇൻഹുവ ഐ മാ യതജല്ലാ ഫീഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടതല്ല ഇല്ലാ വഹ്യു യൂഹാ മിൻ ഖിബലിൽ ഇൽഹാമിൽ ഇലാഹി, അല്ലാഹുവിൽ നിന്ന് ഇൽഹാമായി കിട്ടിയ വഹി അല്ലാതെ ആ മനുഷ്യനിൽ മറ്റൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഇൽഹാമിയായ വഹിയാണ്. ഇൽഹാമിയായ വഹി അല്ലാഹുവിൻ്റെ ഔലിയാഇന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നൊരു വഹിയാണ് വഹിയുൽ ഇൽഹാം. അല്ലമഹു ശദീദുൽ ഖുവാ, ആരാണിത് പഠിപ്പിച്ചത്? അല്ലാഹുവാണ് പഠിപ്പിച്ചത്. അല്ലമഹു ശദീദുൽ ഖുവാ, സർവശക്തനായ അല്ലാഹുവാണ് ഈ മനുഷ്യനെ പഠിപ്പിച്ചത്. വഹുവൽ വാരിദുർ റബ്ബാനി, അത് റബ്ബാനിയായ വിറുദാണ്, റബ്ബാനിയായ വാരിദാണ്, അല്ലാഹുവിൽ നിന്ന് വന്ന അറിവാണ്. ദൂ മിർറത്തിൻ വശിദ്ദ, അത് നല്ല പവറുള്ളതാണ്, ശക്തിയുള്ളതാണ്. ലിഅന്നഹു, കാരണം അത് അല്ലാഹുവിൽ നിന്നായത് കൊണ്ടാണ്. ലിഅന്നഹു മിനല്ലാഹി തബാറക വതആല ഫസ്തവാ, അങ്ങനെ ആ അറിവ് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ആ അറിവ് ഫസ്തവാ, അത് ശരിയായി നിന്നു. വഹുവ ബിൽ ഉഫഖിൽ അഅ്ലാ മിൻ സമാഇൽ ഗുയൂബ്, വഹുവ മിൻ ഉഫഖിൽ അഅ്ലാ, അൽ ഉഫഖുൽ അഅ്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ചക്രവാളം. ഉഫഖ് ചക്രവാളം, അൽ അഅ്ലാ ഏറ്റവും ഉയർന്ന ചക്രവാളം അവിടെയാണുള്ളത്. മിൻ സമാഇൽ ഗുയൂബ്, ഗൈബിന്റെ ലോകത്തെ ഏറ്റവും ഉയർന്ന ചക്രവാളത്തിലാണ് ആ അറിവുള്ളത്. അങ്ങനെയുള്ള ആ ഹൃദയത്തിന്റെ ഉടമയായ ആ മനുഷ്യൻ സുമ്മദനാ മിനൽ ഖൽബി ഫതദല്ലാ, അല്ലാഹുവിനോടടുത്തു, ആ ഹൃദയം അല്ലാഹുവിനോടടുത്തടുത്തടുത്ത് വന്നു. വകാന മിനൽ ഖൽബി ഖാബ ഖൗസൈനി ഔ അദ്നാ, ആ ഹൃദയം അല്ലാഹുവിനോടടുത്തു ഏതുപോലെ? ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുക്കുന്നത് പോലെ അടുത്തു. അമ്പും വില്ലും, ഖാബ ഖൗസൈനി മഖാമാണ് ഏറ്റവും ഉയർന്ന മഖാം. മഹാന്മാർ പറയുന്നത് ഏറ്റവും ഉയർന്ന മഖാമാണ് ഖാബ ഖൗസൈനി മഖാം. ആ ഖാബ ഖൗസൈനി മഖാമിൽ എത്തിയപ്പോൾ ഫഔഹല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല വഹി അറിയിച്ചു. ബിവാസിതത്തി ദാലിക്കൽ വാരിദി, ആ വരുന്ന അറിവിലൂടെ, ഇലാ അബ്ദിഹി, തന്റെ അടിമയിലേക്ക് അല്ലാഹു സന്ദേശം അറിയിച്ചു. മാ ഔഹാ മിനൽ
മാ ഔഹ മിൻ ഉലൂമിൽ ഹഖായിഖ് വൽ അസ്റാർ, അള്ളാഹു അറിയിച്ച ഹഖീഖത്തിന്റെയും രഹസ്യങ്ങളുടെയും ജ്ഞാനങ്ങളെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്തു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് ആ മായുടെ അർത്ഥം അള്ളാഹു എന്താണ് അറിയിച്ചു കൊടുത്തത് എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടില്ല. അള്ളാഹു തന്റെ അടിമക്ക് അറിയിച്ചു കൊടുത്തതെല്ലാം അറിയിച്ചു കൊടുത്തു. ആ മായുടെ തഫ്സീർ ഖിയാമത്ത് നാൾ വരെ എല്ലാ മനുഷ്യരും എഴുതിയാലും പറഞ്ഞാലും തീരുകയില്ല. വമിൻ മുകാശഫാത്തി ഗുയൂബിൽ അഖ്ദാർ, ആ മനുഷ്യന് അള്ളാഹു കൊടുത്തത് ഖദറിന്റെ മറഞ്ഞ രഹസ്യങ്ങൾ അതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. മാ കദബൽ ഫുആദു ഫീമാ റആ, എന്നാൽ ഇതെല്ലാം ദർശിച്ചപ്പോൾ ഹൃദയത്തിന്റെ ഉൾഭാഗമായ ഫുആദ്, നമ്മുടെ ഖൽബിന്റെ ഉള്ളാണ് ഫുആദ് എന്ന് പറയുന്നത്. ആ ഫുആദ് ഈ ദർശനങ്ങളെ ഒന്നും കളവാക്കിയില്ല. ലിഅന്നഹു ഹഖ്ഖുൻ, കാരണം അത് പരമസത്യമാണ്. ആ മനുഷ്യൻ കണ്ടത് ഹഖായ റബ്ബാണ് അത് കാണിച്ചു കൊടുത്തത്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, വലഖദ് റആഹു അഥവാ റഅൽ ഖൽബു, തീർച്ചയായിട്ടും ആ ഹൃദയം കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടു? റആഹു അഥവാ അസ്റാറ ദാത്തിൽ ഹഖ്, അല്ലാഹുവിന്റെ ദാത്തിന്റെ രഹസ്യങ്ങളെ ആ ഹൃദയം ദർശിച്ചിരിക്കുന്നു. നസ്ലതൻ ഉഖ്റാ, മറ്റൊരിക്കൽ കൂടി ദർശിച്ചിരിക്കുന്നു. ഫി ആലമിൽ ജബറൂത്ത്, ആലമുൽ ജബറൂത്തിൽ വെച്ചാണ് ദർശിച്ചത്. ആലം ജബറൂത്ത് നബിന്റെ മഖാം, അലിഫ് എന്ന മാണിക്കത്തിൽ കാണാം ആലമുൽ ജബറൂത്തിനെ കുറിച്ച്. ആലമുൽ ജബറൂത്തിൽ വെച്ച് അള്ളാഹുവിന്റെ രഹസ്യങ്ങളെ ആ ഹൃദയം ദർശിച്ചിരിക്കുന്നു. അൽ ഖാരിജ് അൻ ദായിറത്തിൽ കൗനിയ, ഈ പ്രപഞ്ചത്തിന്റെ പരിധിക്ക് പുറത്താണ് ആലമുൽ ജബറൂത്ത്, അത് മറ്റൊരു ലോകമാണ്. വഹിയൽ അസ്റാറുൽ ലത്തീഫ, അത് ഏറ്റവും ഉള്ളിലെ രഹസ്യങ്ങളാണ്. അൽ മുഹീത ഫിൽ അൻവാരിൽ മലകൂതിയ വൽ മുൽക്കിയ, അതാവട്ടെ മലകൂതിയായ മുൽക്കിയായ പ്രകാശങ്ങളെയെല്ലാം വലയം ചെയ്യുന്നതുമാണ്. എവിടെയാണ് അതിന്റെ സ്ഥാനം? ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് അതിന്റെ സ്ഥാനം. എന്താണ് സിദ്റത്തുൽ മുൻതഹ? വഹിയ ഷജറത്തുൽ ഖബ്ലത്തിൽ മുഹമ്മദിയ, മുഹമ്മദിയ ഖബ്ലത്തിന്റെ വൃക്ഷമാണ്. അല്ലാഹു അഅലം, മുഹമ്മദിയ ഖബ്ലത്തിന്റെ വൃക്ഷമാണ്. സിദ്റത്തുൽ മുൻതഹ എന്നത് ഒരു വൃക്ഷമാണെന്ന് ഹദീസിൽ കാണാം. അതിന്റെ രഹസ്യമായ ജ്ഞാനം എന്ന് പറയുന്നത് മുഹമ്മദിയ വൃക്ഷമാണ്. അല്ലത്തി ഇൻതഹ ഇലൈഹ ഇൽമുൽ ഉലമാ വ അർവാഹുശ് ശുഹദാ, അതിലേക്കാണ് എല്ലാ ആലിമീങ്ങളുടെയും ഇൽമ് ചെന്നെത്തുന്നത്, എല്ലാ ശുഹദാക്കളുടെയും ആത്മാക്കൾ ചെന്നെത്തുന്നത്. ഇത് ലാ യഖ്റുജു അൻ ദായിറതിഹാ അഫ്കാറുൽ ആരിഫീൻ, അതിന്റെ പരിധിക്ക് അപ്പുറത്ത് ആരിഫീങ്ങളുടെ ചിന്തകൾ കടക്കുന്നില്ല. ആരിഫീങ്ങളുടെ ചിന്തകളെല്ലാം മുഹമ്മദിയ വൃക്ഷത്തിന്റെ അടുത്താണ് നടക്കുന്നത്, അതിന് പുറത്തേക്ക് പോവുകയില്ല. എല്ലാം അതിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഇൻദഹ ജന്നത്തുൽ മഅ്വാ, ഇൻദഹ അതിനടുത്താണ് ജന്നത്തുൽ മഅ്വാ, ജന്നത്തുൽ മഅ്വാ എന്ന സ്വർഗം. അല്ലത്തി യഅ്വാ ഇലൈഹ അഫ്കാറുൽ ആരിഫീൻ വഅസ്റാറുർ റാസിഖീൻ, അതിലേക്കാണ് അഭയം തേടുന്നത്. അഫ്കാറുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ചിന്തകൾ,
വാസ്റാറു റാസിഖീൻ, ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഉന്നതന്മാരായ മശായിഖന്മാരുടെ രഹസ്യങ്ങളും ജന്നത്തുൽ മഅ്വയിലേക്കാണ് അഭയം തേടുന്നത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, സിദ്റത്തിനെ, ആ സിദ്റത്തുൽ മുൻതഹ എന്ന ഷജറത്തുൽ മുഹമ്മദിയെ പൊതിഞ്ഞപ്പോൾ, ഐ ഷജറത്തുൽ കൗൻ, ഈ പ്രപഞ്ചമെന്ന വൃക്ഷത്തെ പൊതിഞ്ഞപ്പോൾ, മാ യഗ്ഷ മിനൽ ഫനാ, അതിനെ പൊതിഞ്ഞൊരു കാര്യം പൊതിഞ്ഞപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ വലിയ പരമമായ രഹസ്യങ്ങളെല്ലാം പൊതിഞ്ഞൊരു കാര്യം പൊതിഞ്ഞപ്പോൾ, വഹി അറിയിച്ചൊരു കാര്യം വഹി അറിയിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത്. അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്, അതിൻ്റെ കൈഫിയത്ത് പൂർണ്ണമായിട്ടും ലാഹിറായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അതൊരു പരമരഹസ്യമാണ്. അള്ളാഹുവിൻ്റെ മശായിഖീങ്ങൾക്കും ആരിഫീങ്ങൾക്കും മാത്രം തിരിയുന്ന മനസ്സിലാകുന്ന രഹസ്യമാണ്. അതാണ് ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, സിദ്റത്തുൽ മുൻതഹ എന്ന ആ വൃക്ഷത്തെ പൊതിഞ്ഞൊരു കാര്യം പൊതിഞ്ഞപ്പോൾ. എപ്പോഴാണ് ആ പൊതിഞ്ഞത്? ഇൻദ സുതൂഇ ശംസിൽ ഹഖായിഖ്, ഹഖീഖത്തുകളുടെ സൂര്യൻ ഉദിച്ചുയർന്ന സമയത്ത് ആണ് അതുണ്ടായത്. അങ്ങനെ പൊതിഞ്ഞപ്പോൾ മാ സാഗൽ ബസറു വമാ തഗാ, അഥവാ മാ സാഗ ബസറുൽ ബസീറത്തി, ബസീറത്തുള്ള ആളുടെ ആ കാഴ്ച തെറ്റിപ്പോയില്ല. അൻ ശുഹൂദി തിൽക്കൽ അസ്റാർ, ആ രഹസ്യങ്ങൾ ദർശിക്കുന്നതിൽ നിന്ന് ഉൾക്കാഴ്ചയുള്ള ഒരാളുടെ കാഴ്ച തെറ്റിപ്പോയില്ല. അദ്ദേഹം അതെല്ലാം വളരെ കൃത്യമായി വ്യക്തമായി നേരിട്ട് ദർശിച്ചിരിക്കുന്നു. അവിടെ ഒരു ഇടർച്ചയും സംഭവിച്ചില്ല. വമാ ഹജബഹു അൻഹാ അർളുൻ വലാ സമാഉൻ വലാ അർശുൻ വലാ കുർസിയുൻ, ആ വലിയ ദർശനത്തിൽ നിന്ന് ആകാശമോ ഭൂമിയോ അർഷോ കുർസിയോ ഒന്നും ആ മനുഷ്യന് തടസ്സമായില്ല, മറയായില്ല. ലിതലത്തുഫി തിൽക്കൽ അവാലിം ഫീ നളിരിൽ ആരിഫി, കാരണം ആരിഫിന്റെ ദൃഷ്ടിയിൽ ആ ലോകങ്ങളെല്ലാം ദർശിക്കാൻ കഴിയുന്നതാണ്. എന്നാലോ വമാ തഗാ, ഐ വമാ ജാവസൽ ഉബൂദിയ്യ, എന്നാലോ ഈ ഇത്രയും ഉന്നത സ്ഥാനത്തെത്തിയ മനുഷ്യൻ ഉബൂദിയ്യത്തിന്റെ മഖാമ് വിട്ട് കടന്നതും ഇല്ല. ഒരാൾ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയാൽ ഞാൻ എല്ലാം തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ അത് റുബൂബിയ്യത്തിന്റെ മഖാമ് വാദിക്കലാണ്. അങ്ങനെ ഉള്ള അതിലേക്ക് എത്തുകയും ഇല്ല. അങ്ങനെ എത്താതെ അടിമ മനസ്സോടുകൂടെ ഈ ഉന്നതമായ ദർശനങ്ങളെല്ലാം, ഈ ഉന്നതമായ കാഴ്ചകളെല്ലാം ദർശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് പറയുന്നു, ലഖദ് റആ ഹാദൽ ഖൽബു സ്വാഫി മിൻ അജായിബി റബ്ബിഹിൽ കുബ്റാ, അഥവാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ എന്ന ആയത്തിന്റെ തഫ്സീറാണത്. ലഖദ് റആ ഹാദൽ ഖൽബു സ്വാഫി, ഈ തെളിഞ്ഞ ഹൃദയം, ഈ തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായ മനുഷ്യൻ ദർശിച്ചിരിക്കുന്നു. മിൻ അജായിബി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ ദർശിച്ചിരിക്കുന്നു, അത്ഭുതങ്ങളെ കണ്ടിരിക്കുന്നു. ഹൈസു വസിഅ മൻ ലം തസഅഹു അർളുഹു വലാ സമാഉഹു, ആ വലിയ ദർശനങ്ങൾ താങ്ങാൻ അല്ലാഹുവിന്റെ ഭൂമിക്കോ ആകാശത്തിനോ സാധ്യമല്ല. അതിനേക്കാൾ വലിയ ശക്തി ഈ മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്നു. അള്ളാഹു നൽകിയ ആ ശക്തി കൊണ്ട് ഈ കാഴ്ചകളെല്ലാം ആ മനുഷ്യൻ ദർശിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഉന്നതന്മാരായ മശായിഖന്മാരുടെ അവസ്ഥ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ മിഅ്റാജിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈ ദർശനം നടന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ അള്ളാഹുവിനോട് അടുത്തു ഖാബ ഖൗസൈനി മഖാമിലെത്തി. അള്ളാഹു വീണ്ടും ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു. എല്ലാമായിട്ടും ഉബൂദിയത്തിന്റെ മഖാമിൽ നിന്ന്
മാറിയില്ല. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി എന്നാണല്ലോ ഇസ്റാ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്. ഇതുപോലെയാണ് അവിടുത്തെ ഖുലഫാക്കളായ മശായിഖന്മാർ ഏറ്റവും ഉന്നതമായ മഖാമിലെത്തിയാലും അവർക്കൊരു ഇടർച്ച സംഭവിക്കുകയില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പകരക്കാരാകുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പകരക്കാരായ മശായിഖന്മാർക്ക് അവർ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഔദാര്യങ്ങൾ കൊണ്ട് ഈ മലക്കൂത്തിയായ ലോകത്തെ രഹസ്യങ്ങളെല്ലാം അവരവർക്ക് താങ്ങാനാവുന്ന വിധം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ഈ ഉന്നതന്മാരായ മശായിഖന്മാർ അവരുടെ വഴിയിലാണ് നാം ജീവിക്കുന്നത്. ഇത്ര വലിയ ദർശനങ്ങൾക്ക് നമുക്ക് കഴിയില്ലെങ്കിലും ഇത്രയും ഉന്നതമായ ദർശനങ്ങൾ കൊണ്ട് ജീവിക്കുന്ന മശായിഖന്മാർ, ഷെയ്ഖ് മുറബ്ബി, നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ കാൽച്ചുവട്ടിലാണ് നാം ജീവിക്കുന്നത്. നാം എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ കണ്ടില്ലെങ്കിലും കണ്ടവരാണ്. ഓഹു അക്ബർ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും നാം ശ്രദ്ധിക്കേണ്ടത് കണ്ടവരായ നമ്മുടെ ഷെയ്ഖ് മുറബ്ബി, ആ ഷെയ്ഖ് മുറബ്ബിയുടെ കാൽ ചുവട്ടിലായി അതോടുകൂടെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത് ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയാണ്. കാമിലായ ദിക്ർ ആർക്കെങ്കിലും ലഭിച്ചില്ലെങ്കിൽ, ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദിക്ർ ലഭിച്ചവർ ജാദിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുമായി ബന്ധം പുലർത്തി അവിടുന്ന് നിർദ്ദേശിച്ച സ്ഥാപിച്ച മജ്ലിസുകളിൽ പങ്കെടുത്ത് ആ ദിക്റിലായി മജ്ലിസുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, ജീവനോടെ ജീവിക്കുക, ജീവനോടെ ജീവിച്ച് മുന്നേറുക. അങ്ങനെ ഈമാൻ സലാമത്താവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് അവസാന കാലത്തിലെ അവസാനത്തെ അഭയമാണ്. ഇതിനപ്പുറം ഒരു അഭയവും ഈ ഭൂമി ലോകത്ത് ഇല്ല. നമുക്ക് കിട്ടാവുന്ന, നമുക്ക് ലഭിക്കുന്ന ഈ ഇത്രയും വലിയ അഭയ കേന്ദ്രം ഇത് വിട്ടിട്ട് മറ്റൊരു വഴിക്ക് പോയാൽ രക്ഷയില്ല, സലാമത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വഴിയുടെ, ഈ റൂട്ടിന്റെ, ഈ ത്വരീഖത്തിന്റെ മൂല്യം മനസ്സിലാക്കുക, വില മനസ്സിലാക്കുക. ഈ ദിക്റിന്റെ സ്ഥാനം എത്ര ഉന്നതമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആകാശഭൂമികളെല്ലാം ഒരു തട്ടിലും വിശുദ്ധമായ കലിമത്ത് തൗഹീദ് മറു തട്ടിലും വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് കലിമത്ത് തൗഹീദിനാണ്. അല്ലാഹുവിന്റെ മീസാൻ എന്ന തുലാസിൽ എണ്ണത്തേക്കാൾ പ്രധാനം വണ്ണമാണ്, തൂക്കമാണ്. കലിമത്ത് തൗഹീദ് എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാൾ ഭാരമുള്ളതാണ്. ഒരാൾക്ക് എല്ലാ അമലും ഉണ്ട്, അദ്ദേഹത്തിന് കലിമത്ത് തൗഹീദ് ഇല്ല എങ്കിൽ, ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ ഇല്ല എങ്കിൽ അല്ലാഹു അഅലം ആ മനുഷ്യൻ രക്ഷപ്പെടുമോ ഇല്ലേ എന്ന്. എന്നാൽ ഒരാൾക്ക് ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ കലിമത്ത് തൗഹീദ് ഉണ്ട്, മറ്റൊരു അമലും ഇല്ല, എന്നാലും ആ മനുഷ്യന് അത് രക്ഷപ്പെടാൻ എമ്പാടും മതി. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, മർമ്മം പിടിച്ച് ജീവിക്കുക. കർമ്മത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ മർമ്മത്തിൽ അടങ്ങിയൊതുങ്ങി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷെയ്ഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.